ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധിയുടെ മുന്നിലേക്ക് കണ്ണേറമായ എന്ന് പറഞ്ഞ ഫോട്ടോ കിട്ടിയത് സ്വന്തം അമ്മയുടെ ഫോട്ടോ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുധി ആകെ പൊട്ടിത്തെറിച്ച് പോവുകയാണ്. ദൈവമേ, എവിടെ ഇതിലുള്ള എല്ലാ ഫോട്ടോ എനിക്ക് തന്നേക്കണം, തനിക്ക് എത്ര രൂപ വെച്ച് ഞാൻ തന്നേക്കാം. സാർ അപ്പോൾ ഈ എല്ലാ ഫോട്ടോ സാറിൻ്റെ കടയിൽ വെക്കാൻ പോകണം. എടോ മണ്ട, ഇത് എൻ്റെ അമ്മയാണ്. അതേ സാറേ, ഇത് എല്ലാവരുടെയും അമ്മയാണ് സാറേ. എടോ ഇതേ താൻ വിചാരിക്കുന്ന പോലെ അമ്മയല്ല, എൻ്റെ സ്വന്തം അമ്മ, എന്നെ പ്രസവിച്ച അമ്മയാണത്, എടുത്തുകൊണ്ട് പോടോ ബാക്കിയുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ പറഞ്ഞങ്ങോട്ട് വിടുകയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ എൻ്റെ ദൈവമേ, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായല്ലോ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ പൊന്നമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അങ്ങനെ സുധി ഈ ഫോട്ടോ നമ്മുടെ ചന്ദ്രയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രയോട് കാര്യങ്ങളെല്ലാം പറയുക. ഇതെല്ലാം കേട്ട ചന്ദ്രയാണെങ്കിൽ എടാ ഇതെങ്ങനെയാടാ ഇങ്ങനെ വന്നത്, എടാ സത്യം പറയടാ, ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നത്? അമ്മ എനിക്കറിയില്ലമ്മേ, എൻ്റെ കടയിൽ ഒരാൾ വിൽക്കാൻ കൊണ്ടുവന്നതാ, കണ്ണേറമ്മയാന്നാ പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ല, ശ്രുതിയ എന്നോട് പറഞ്ഞത് ഇത് നമ്മുടെ സ്വന്തം അമ്മയല്ലേന്ന്. അപ്പോഴേക്കും ഞാനാകെ തകർന്നു പോയി. അമ്മയാണ് എല്ലാവരും വിൽക്കാൻ കൊണ്ട് നടക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പോലും പറ്റിയില്ല. ആന്ധ്രക്കാരൊക്കെ ഇത് വെച്ചാണ് ആരാധിക്കുന്നതെന്ന്. ഇത് കേട്ട സച്ചിക്കാണെങ്കിൽ ഇച്ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചന്ദ്രയ്ക്ക് കാല് കയറി ആ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് വലിച്ചെറിയുക. നേരെ കഴിഞ്ഞപ്പോഴേക്കും രവിയുടെ കാൽക്കൽ വന്നാണ് ആ ഫോട്ടോ വീഴുന്നത്. രവി അവിടെ നിന്ന് പുറത്ത് പോയി അകത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവി ആ ഫോട്ടോ അങ്ങോട്ട് എടുക്കുക. ചന്ദ്രയുടെ മുഖമാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറങ്ങലിച്ച് അങ്ങനെ നിൽക്കുകയും ചെയ്യാണ്. അപ്പോൾ രവി ആ ഫോട്ടോ എടുത്തിട്ട് രവിക്ക് ആളാരാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ രവി നേരെ ചന്ദ്ര അടുത്ത് പോയിരിക്കുക. പോയിരുന്നപ്പോഴേക്കും ചന്ദ്രേ, എന്തിനാണ് ഈ ഫോട്ടോ വലിച്ചെറിഞ്ഞത്? അല്ല, ഈ ഫോട്ടോ നല്ല ഫോട്ടോയാണല്ലോ. ഓ ഷോ, മുഖം കണ്ടിട്ട് കുറച്ച് പേടിയൊക്കെ ആവുന്നുണ്ട്. എൻ്റെ അമ്മോ, ആ കണ്ണിൻ്റെ ആ തിളക്കം കണ്ടില്ലേ, ആ കണ്ണിൻ്റെ നോട്ടം കണ്ടില്ലേ? ഇതൊക്കെ കേട്ട സച്ചിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ല. രേവതി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പം ഇതെന്തിനാ ചന്ദ്രേ ഇത് വലിച്ചെറിഞ്ഞത്? ഈ ഫോട്ടോ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ ചന്ദ്രേ, ഇത് ആരുടെ ഫോട്ടോയാ? ഇത് കേട്ട സച്ചിയാണെങ്കിൽ അച്ഛാ അതൊന്ന് സൂക്ഷിച്ച് നോക്കച്ചാ, അത് വേറെ ആരുടെയും ഫോട്ടോ അല്ല, നമ്മുടെ അമ്മയുടെ ഫോട്ടോ ആണ് അച്ഛാ എന്ന് പറയാണ്. ഇതിടെ അമ്മയുടെ ഫോട്ടോ? ചന്ദ്രേ, ഇത് നിന്റെ ഫോട്ടോയാണോ? നിന്റെ ഫോട്ടോ എന്താണ് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെ ആ ഫോട്ടോയെയും ചന്ദ്രയെയും മാറി മാറി നോക്കുക രവി. അപ്പോൾ ചന്ദ്രയും അതേപോലെ തന്നെ കണ്ണും പിടിച്ച് നോക്കുകയാണ്. എൻ്റെ അമ്മോ, കണ്ടിട്ട് പേടിയാവുന്നല്ലേടാ സച്ചി. അപ്പോൾ വീണ്ടും മാറി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ശരിയാണല്ലോ ചന്ദ്രേ, ഇത് നീ തന്നെയാണല്ലോ ചന്ദ്രേ. ഇതെന്താ നീ ഈ കോലത്തിൽ? അപ്പോൾ രേവതി ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. ഇത് കണ്ട ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് എടി രേവതി, നീ ചിരിക്കരുത്, പല്ലകത്തിടറി, നീ പല്ല് കാട്ടി ചിരിച്ചു പോകരുത് നീ. ഓഹോ, ഇതിനെല്ലാത്തിനും കാരണക്കാരി നീ തന്നെയാടി, നീയാണിതെല്ലാം ചെയ്തു കൂട്ടിയത്. നീ ഇത് നേരത്തെ എൻ്റെ തലയിൽ മൈദമാവിട്ടത് കൊണ്ടല്ലേടി ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് നീ തന്നെയായിരിക്കും ഇത് ഫോട്ടോ എടുത്തിട്ട് അഴക്കാനെടുത്ത് കൊടുത്തതല്ലേ? മനസ്സിലായടി, നീ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പം സുധിയാണെങ്കിൽ അതേ അമ്മേ, രേവതി ആയിരിക്കും ഇതിനെല്ലാത്തിനും പിന്നിൽ. കാരണം അതുകൊണ്ടായിരിക്കും മനഃപൂർവ്വം രേവതി അമ്മയുടെ തലയിലേക്ക് ഈ മൈദമാവിട്ടത്. ശരിയാ മോനെ. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഭയങ്കരമായിട്ട് കാല് തുള്ളി വരികയാണ്. എടാ ഒട്ടക്കാരാ, നിർത്തിടാ. എൻ്റെ ഭാര്യയെ നീ കുറ്റം പറയുന്നോടാ? ഇതെല്ലാം ചെയ്ത് രേവതിയാണെന്നാണ് നീ പറയുന്നത്? അപ്പോൾ ചന്ദ്ര, അതേടാ, നിന്റെ ഭാര്യ തന്നെ ഇത് ചെയ്തത്. കാരണം അവൾക്കിപ്പോൾ പൂക്കച്ചവടമൊക്കെ കുറവായിരിക്കും, അതുകൊണ്ട് എൻ്റെ ഫോട്ടോ വിറ്റ് ജീവിക്കാമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം ചെയ്ത് കൂട്ടിയത്. അപ്പോൾ വർഷയാണെങ്കിൽ ഇരുന്നിങ്ങനെ ചിരിക്കുക. അപ്പോൾ വർഷയുടെ ചിരിയാണെങ്കിൽ നീ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അയ്യോ ആൻറ്റി, വേറൊന്നുമല്ല ആൻറ്റി, രേവതി ചേച്ചിയെ ആൻറ്റി കുറ്റപ്പെടുത്തണ്ട. രേവതി ചേച്ചി അല്ലെന്നേ ഇങ്ങനൊരു കാര്യം ചെയ്തത്. അന്ന് ആൻറ്റിയുടെ തലയിലേക്ക് മൈദമാവ് വീണില്ലായിരുന്നോ? ആ സമയത്ത് ഞാൻ ആൻറ്റിയുടെ കുറേ ഫോട്ടോ എടുത്ത് ഓർക്കുന്നുണ്ടോ? അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഞാനത് സ്റ്റാറ്റസ് ആക്കി ഇട്ടായിരുന്നു. അങ്ങനെ കണ്ട് ഏതോ ഒരാൾ ആ ഫോട്ടോ കണ്ണേറമ്മയാക്കി മാറ്റി. അതൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല. ഇതിന് കാരണക്കാരി അത് ഞാൻ തന്നെയാണ് ആൻറ്റി എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കണ്ണും തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ശ്രീകാന്താണെങ്കിൽ വർഷം നീയാണോ? അതേ ശ്രീകാന്തേ, അത് ഞാൻ തന്നെയാണ്. അപ്പോൾ രവിയാണല്ലോ, കണ്ടോ നീ ആ പാവ രേവതി കൊച്ചിനെ നീ ചുമ്മാ കിടന്ന് കുറ്റപ്പെടുത്തിയല്ലേ ചന്ദ്രേ? എല്ലാത്തിനും കാരണക്കാരി വർഷയല്ലേ ആ ഫോട്ടോ കൊണ്ട് കൊടുത്തത്.
ഓ, എന്തിനാ വർഷം നീ അങ്ങനെ ഒരു കാര്യം ചെയ്തത്? അയ്യോ, എനിക്കറിയാവുമായിരുന്നു ആൻറ്റി, ഈ ഫോട്ടോ എടുത്ത് എല്ലാവരും ഫേമസ് ആക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇതിപ്പോൾ ആരാധിക്കല്ലേ ആൻറ്റി, അത് നല്ലൊരു കാര്യമായിട്ട് വേണ്ടി കരുതാനായിട്ട്. ആൻറ്റി ഫേമസ് ആയില്ലേ, നീ മിണ്ടാതിരുന്നോളാം. എന്നാലും ഇവള് തന്നെയാ ഇതിനെല്ലാത്തിനും കാരണം, ഈ രേവതി. കാരണം രേവതിയാണല്ലോ എൻ്റെ തലയിൽ മാവിട്ടത്. അതുകൊണ്ടാണല്ലോ നീ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങോട്ട് തുടങ്ങി. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അച്ഛാ, ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഈ ആന്ധ്ര വരെ ഇത് എത്തിയിരിക്കുന്നല്ലേ പറയുന്നത്. എല്ലാവരും ഈ ഫോട്ടോ വെച്ച് അവരുടെ കണ്ണ് ദൃഷ്ടികളെല്ലാം അവസാനിപ്പിക്കുന്നല്ലേ പറയുന്നത്. അച്ഛാ, അതുകൊണ്ട് എനിക്കൊരു ഫോട്ടോ വേണം. അത് എനിക്ക് എൻ്റെ കാറിൽ വെക്കാനാണ്. ഇത് കേട്ട് ഞാൻ ഇവിടെ കേടാ, നീ മര്യാദയ്ക്ക് ഇരുന്നോളാം. നീ തന്നെ കളിയാക്കിയാണ്. അയ്യോ, ഞാൻ കളിയാക്കിയതല്ല സത്യമായിട്ടും. കാരണം എനിക്ക് നല്ല ഓട്ടം കിട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കണ്ണുകടിയാ. എനിക്ക് ഭയങ്കര ദൃഷ്ടിദോഷമുണ്ട്. അതുകൊണ്ട് ഈ ഫോട്ടോ കാറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദോഷം മാറുമല്ലോ. അല്ലെങ്കിൽ വേണ്ടച്ചാ, നമുക്കിതൊരു ബിസിനസ്സാക്കി അങ്ങ് എടുത്താലോ. എടാ ഓട്ടക്കാരാ, നീ എത്ര രൂപയ്ക്കാണ് ഈ ഒരു ഫോട്ടോ മേടിച്ചത്? ഒരു ഫോട്ടോയ്ക്ക് 400 രൂപ. ഒരു ഫോട്ടോയ്ക്ക് 400 രൂപയോ? എൻ്റെ ദൈവമേ, അപ്പോൾ ഒരു 10 ഫോട്ടോ വിറ്റ് കഴിഞ്ഞ് 4000 രൂപ. അങ്ങനെ കൂടിക്കഴിഞ്ഞ് എൻ്റെ ദൈവമേ, ഇത് ലക്ഷങ്ങളുടെ സമ്പാദ്യമായിരിക്കുമല്ലോ. എടാ, അതുകൊണ്ട് നമുക്കിതൊരു ബിസിനസ്സാക്കി എടുക്കാം. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ അയ്യടാ, എടാ ബിസിനസ് ചെയ്യാനും കഴിവല്ലോ നിനക്ക് വല്ലതും ഉണ്ടോടാ? അതുകൊണ്ട് നീ ഈ ബിസിനസ് മാഗ്നറ്റായി ഞാൻ ചെയ്തോളതെല്ലാം. അമ്മേ, ഇതിൻ്റെ കോപ്പിറൈറ്റ് എനിക്ക് തരൂ അമ്മേ. പോടെ ഇവിടുന്ന്, മിണ്ടി പോകരുത്. എല്ലാവരും കൂടി എന്നെ കളിയാക്കിയാണല്ലേ? ദേ വെച്ചേക്കില് നിങ്ങളെ ഞാനെന്നും. ഈ ഫോട്ടോ ആരുടെയും കടയിലോ വണ്ടിയിലോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കറിയും. ഈ ഫോട്ടോയിലെടുത്ത് മാറ്റിക്കൊള്ളാം. അയ്യോ അമ്മേ, ഇത്രയും നല്ല ഫോട്ടോ എന്തിനാണ് അമ്മ എടുത്ത് മാറ്റുന്നതെന്ന് ചോദിച്ചപ്പോഴേക്ക് സുധി, നീ മിണ്ടി പോകരുതായിട്ട് സുധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കരമായിട്ടും കാലിൽ തുള്ളി നിൽക്കുക. രവിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ വീണ്ടും ചിരിക്കുക. എന്നാലും ഇങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി. കണ്ണേറമ്മ ആൻറ്റിയുടെ ഏതായാലും ആ ഒരു രൂപം എല്ലാവർക്കും ഭയങ്കര അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ആലോചിക്കുമ്പോഴേ ചിരി സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് വർഷയും തുടങ്ങി. ചന്ദ്രയ്ക്കാണെങ്കിൽ കാലി വന്നിട്ട് അവിടെ നിന്ന് കയറി പോവുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയാണ്. അപ്പോൾ അമ്മയും മീരയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മീരയുടെ വീട്ടിൽ വന്നിരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുണ്ട്. മോളെ, അവളിനി വരൂലേ? ഞാൻ അവളെ വിളിച്ചായിരുന്നല്ലോ, വരുമെന്നേ. ശ്രുതി ഉറപ്പായിട്ട് വരും. അങ്ങനെ പറയുമ്പോൾ അതേ ശ്രുതി വരികയാണ്. അമ്മ ഇവിടെയോ? എന്താ അമ്മ ഇവിടെ വന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോണിൽ വിളിക്കായിരുന്നില്ലേ? അമ്മ ഇതിന് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഫോണിൽ പറയേണ്ട കാര്യമല്ല മോളെ, നിന്നോട് നേരിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. എനിക്ക് ആകെ പേടി തോന്നുന്നു. എന്തിന് പേടി തോന്നുന്നു മോളെ? ഞാനൊരു സ്വപ്നം കണ്ടു മോളെ. ദേ മോൾക്കൊരു ഇത് സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് മോളെ മറച്ചു വെച്ച ആ കള്ളത്തരങ്ങൾ മുഴുവനും ദേ മോളുടെ അമ്മായിയമ്മയും ഭർത്താവും ഒക്കെ അറിഞ്ഞു. എന്നിട്ട് അവർ മോളെ വലിച്ചടിച്ച് പുറത്താക്കുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പേടി തോന്നി. ഞാനത് ജ്യോത്സ്യനോട് പോയി പറഞ്ഞു. ജ്യോത്സ്യം പറയാം, മോൾക്ക് കഷ്ടകാലമാണ്, മോളെ സൂക്ഷിക്കണം, എത്രയും പെട്ടെന്ന് ആ സത്യങ്ങളെല്ലാം അറിയും എന്നൊക്കെയാണ് മോളെ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഇരുന്ന് ചിരിക്കുകയാണ്. എൻ്റെ പൊന്നമ്മേ, എനിക്ക് ഈ ജ്യോത്സ്യത്തിലൊന്നും ഒരു വിശ്വാസമില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാൻ പാടില്ലേ? എന്തിനാണ് ജ്യോത്സ്യനെയൊക്കെ കാണാനായിട്ട് പോയത്? ഇതൊക്കെ അമ്മയെ കൊണ്ട് ഞാൻ നിർത്തിച്ചതല്ലേ? വീണ്ടും അമ്മ ഇത് തുടങ്ങിയല്ലേ? അല്ല, ഇത് ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് മോളെ നീ സൂക്ഷിക്കണം മോളെ. ഇതൊക്കെ കിടഞ്ഞപ്പോഴേക്ക് എന്ത് സൂക്ഷിക്കാനായിട്ട്? അമ്മ, എനിക്ക് യാതൊരു കുഴപ്പമില്ല മോളെ അമ്മേ. കാരണം എൻ്റെ ജീവിതം ഭയങ്കര സുരക്ഷിതമാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്. പിന്നെ എന്തിനാണ് അമ്മ ഈ കാര്യത്തെക്കുറിച്ച് പേടിക്കുന്നില്ല മോളെ. ആ ജ്യോത്സ്യം പറഞ്ഞ അച്ചിട്ട് തന്നെയാണ് അമ്മേ. അമ്മ കാരണമാണ് എനിക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാരണം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വിവാഹം അമ്മ എന്നെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് അയാൾ എനിക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അയാൾ പോയി എന്നെ വിധവയാക്കിയില്ലേ?
അപ്പം നമുക്ക് സമാധാനമില്ല. ഇപ്പം എനിക്ക് കാത്തിരുന്ന് കിട്ടിയ ബന്ധമാണ്, അതിലെനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ അങ്ങനെയായിരുന്നെങ്കിൽ ജോത്സ്യന് നേരത്തെ പറയായിരുന്നല്ലോ അവളെ കൊണ്ട് അങ്ങനെ ഒരു കല്യാണം കഴിപ്പിക്കരുത്, അവൾക്കൊരു ദോഷം ഉണ്ടാവുമെന്ന്. എന്തുകൊണ്ട് അമ്മയുടെ ജോത്സ്യൻ അത് പറഞ്ഞില്ല? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാമേ എന്ന് പറയണം. മോളെ, ഞാൻ പറയുന്നത് കാര്യങ്ങൾ നീ മനസ്സിലാക്ക്. ഇല്ല, എനിക്കൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ പറയണം. അമ്മയെ സമാധാനത്തോടെ ഇരിക്കുക. അമ്മയെ ബസ് കയറ്റി വിട്ടോളണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും മീര വന്ന് അമ്മയെ ആശ്വാസപ്പെടുത്തിക്കണം. അമ്മ സങ്കടപ്പെടേണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും മോളെ. എനിക്ക് പേടി തോന്നുന്നു മോളെ. അവളെ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. പക്ഷേ ഈ സത്യം അറിയാനായിട്ട് ഇനി അധികം നാളുകളില്ല. അവൾ കാണിച്ചുള്ള എല്ലാ കളത്തരങ്ങളും എല്ലാവരും അറിയും. അത് മോളെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് ശ്രുതിയെയും ഷോറൂമിൽ കാണിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് വരിക. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫുകൾ മുഴുവൻ ഈ കണ്ണേറമ്മയുടെ ഫോട്ടോ ആ ഭിത്തിയിൽ തൂക്കുന്ന കാഴ്ച കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ഫോട്ടോ എടുത്ത് തൂക്കിയത്? അത് പിന്നെ കണ്ണേറമ്മയുടെ ഫോട്ടോ, സാറിന് ദൃഷ്ടിദോഷമൊന്നും സംഭവിക്കില്ല. അയ്യോ, ഈ ഫോട്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാലേ എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ അതോടെ എൻ്റെ കഷ്ടകാലം തുടങ്ങും. അതുകൊണ്ട് ഫോട്ടോ എടുത്ത് മാറ്റടോ എന്ന് പറയണം. അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് മാറ്റുന്ന ആ സമയത്ത് തന്നെ ശ്രുതിക്ക് ഒരു കോള് വരികയാണ്. അത് നമ്മുടെ സാറിൻ്റെ കോളായിരുന്നു. ആണോ സാറേ? ഓക്കെ സാറേ. അയ്യോ, വളരെയേറെ സന്തോഷം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. എടോ ആ ഫോട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നേടോ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ എന്തിനാ ശ്രുതി ആ ഫോട്ടോ എടുത്ത് മാറ്റാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഫോട്ടോ വീണ്ടും തൂക്കാൻ പറയുന്ന? കാര്യമുണ്ടെന്നേ, ഇതെൻ്റെ ദൃഷ്ടിദോഷം മാറ്റുക തന്നെ, ഇത് ഐശ്വര്യമുള്ള ഫോട്ടോ തന്നെയാണ് എൻ്റെ പൊന്നമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്താ കാര്യം? അതെ, സാറ് വിളിച്ചായിരുന്നു. സാറ് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മൾ ഇതാക്കി കൊടുത്തതെല്ലാം നന്നായിട്ട് കിട്ടി. ഇപ്പോൾ അയാൾ 10 ലക്ഷം രൂപ പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 10 ലക്ഷമോ? സത്യമാണ് ശ്രുതി, പിന്നല്ലാതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണെന്നൊക്കെ പറയാണ്. അതുകൊണ്ട് ഈ ഫോട്ടോ വെച്ചാൽ നമുക്കൊരു അനുഗ്രഹം തന്നെയാണെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ ഈ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ ശ്രുതിക്ക് ഇവിടെ ഇരിക്കപ്പുറത്തി ഉണ്ടാവുമല്ലോ. അത് ശരിയാണല്ലോ. എടോ, ആ ഫോട്ടോ എടുത്ത് മാറ്റുക. സാറല്ലേ പറഞ്ഞ ഫോട്ടോ വെക്കാൻ? ആ ഫോട്ടോ എടുത്ത് മാറ്റ്, അതായിരിക്കും നല്ലത്. അപ്പോഴാണ് ശ്രുതിയുടെ കൂട്ടുകാരൻ അയാൾ വരുന്നത്. കൂട്ടുകാരൻ വന്നിട്ട് പറയാണ്, ശ്രുതി ഇതെന്തെടുക്കുക ശ്രുതി? അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്, എനിക്ക് 10 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് പറയാണ്. ഓഹോ, അപ്പോൾ ഇതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴും നമ്മളെ മറന്നല്ലേ? അങ്ങനെ നിന്നെ മറക്കുമോ ഞാൻ? എന്താ നീ ഇപ്പോൾ വന്നത്? അതെ, നിനക്ക് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു 5 കോടിയുടെ വീട് വിൽക്കാൻ കിടക്കുന്നുണ്ട്. പക്ഷേ അയാൾ 3 കോടിക്ക് വിൽക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഈ ഒരു വീട് മേടിച്ചാൽ നിനക്കൊരു വലിയൊരു ലക്കായിരിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത്. എടാ, അതിന് 3 കോടി രൂപ കയ്യിൽ വേണ്ടേ? എടാ കുറച്ച് പൈസ ഇത് കൊടുത്താൽ മതി, എന്നിട്ട് ബാക്കി നമുക്ക് ലോൺ ഇടാലോ. ഇങ്ങനെയല്ലേ ബിസിനസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിന്നെപ്പോലെ ഒരാൾക്കാർക്ക് കൊടുക്കാനാണ് അയാൾക്ക് താല്പര്യം. ഇത് കേട്ട ശ്രുതി ഒന്ന് പൊങ്ങാണ്. ശ്രുതി, നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട് മേടിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും പണം ഇല്ലല്ലോ. പണം നമുക്ക് പക്ഷേ ലോൺ എടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനത്തിലെത്തുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.